മോളെ, രാത്രി ഒരുപാടായി. എന്തെങ്കിലും കഴിക്ക്. ചെല്ലേ. ഒന്നും കഴിക്കാതിങ്ങനെ നിന്നാലോ? അച്ഛൻ പറയുന്നത് കേക്ക്. ഇല്ലച്ച, എന്റെ മനസ്സിൽ ഇവിടുന്ന് ഇറങ്ങിപ്പോയ ആ സാധു മനുഷ്യന്റെ മുഖം വിശ്വേട്ടന്റെ അതോർക്കുമ്പോ ഒരു തുള്ളി വെള്ളം പോലെ ഇറങ്ങണില്ല. എനിക്കും ഉണ്ട് മോളെ വലിയ കുറ്റബോധം. അറിയാവുന്നവരോടെല്ലാം ഞാൻ പറഞ്ഞു. എല്ലാരും നിസ്സഹായരാ. കേസ് നക്സലാക്രമണമായി പോയി. ഇടപെടാൻ ആർക്കും ധൈര്യമില്ല. അറിഞ്ഞുകൊണ്ട് ആപത്തിച്ചാടാൻ ആരെങ്കിലും തയ്യാറാകുമോ? നന്മ കൂടിപ്പോയത് കൊണ്ടുള്ള ആവേശമാ മോളെ ചെറുപ്പക്കാരെ അക്രമത്തിലും അപകടത്തിലും എത്തിക്കുന്നത്. അച്ഛൻ ആദർശം വലുത്, ജീവിതമല്ല. ആദർശത്തിന് വേണ്ടി ചാവാൻ അച്ഛൻ പഠിപ്പിക്കുന്നത്. വിശ്വേട്ടൻ പറഞ്ഞ ശരിയാ. അച്ഛന്റെ ഉപദേശ ദേവേട്ടനെ വഴി തെറ്റിച്ചത്. അച്ഛൻ ആരെയും ജീവിക്കാൻ പഠിപ്പിച്ചില്ല, സ്വന്തം കാര്യം നോക്കാൻ പഠിപ്പിച്ചില്ല. നീയും എന്നെ കുറ്റപ്പെടുത്തുകയാണോ? നീയെങ്കിലും എന്നെ മനസ്സിലാക്കുമെന്ന് ഞാൻ വിചാരിച്ചു. ഇല്ല, എനിക്ക് മനസ്സിലാവില്ല. ദേവേട്ടനെ രക്ഷിക്കാൻ അച്ഛന് കഴിയോ? അച്ഛന്റെ ആദർശങ്ങൾക്ക് കഴിയോ? ത്യാഗത്തിന് കഴിയോ? ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ മുഴുവൻ പ്രതികളെയും കിട്ടണം. ഇല്ലെങ്കിൽ ഞാനിവിടെ ആഭ്യന്തരമന്ത്രിയാന്നും പറഞ്ഞിരുന്നിട്ട് എന്താ കാര്യം? നിയമസഭയിലെ സ്വന്തം മുന്നണിക്കാർ തന്നെ എന്നെ നിർത്തിപ്പൊരിക്കും. പിന്നല്ലേ പ്രതിപക്ഷത്തിൻ്റെ കാര്യം? എന്നെ താഴെ ഇറക്കാൻ കാത്തിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. അതൊന്നും എനിക്ക് കേൾക്കണ്ട. ശരി ശരി, എത്രയും പെട്ടെന്ന് അവരെ പിടിക്കണം. ആരാ? മന്ത്രി രാമകൃഷ്ണനെ ഒന്ന് കാണണം. സാറകത്തുണ്ട്. നമസ്കാരം. അല്ല, ഇതാര്? വാര് സാറോ? വരണം വരണം, ഇരിക്കണം. ഇരിക്കണം സാറേ. അങ്ങോട്ടൊന്ന് വരണമെന്നും സാറിനെ ഒന്ന് കാണണമെന്നും പലപ്പോഴും വിചാരിക്കും. നേരം കിട്ടണ്ടേ? പിന്നെ എന്താ സാർ വിശേഷിച്ചിങ്ങോട്ട്? ഒരത്യാവശ്യ കാര്യം ഉണ്ടായിരുന്നു. എന്താ? എന്റെ പത്രത്തിലെ സബ് എഡിറ്ററായിട്ട് ജോലി ചെയ്യുന്ന ഒരു പയ്യനെ പോലീസ് കൊണ്ടുപോയി. ഒരു വിവരവുമില്ല. എന്താ പേര്? ജയദേവൻ. എന്താ കേസ്? അത് വെള്ളിയൂർ നക്സലൈറ്റ് കേസുമായി ബന്ധപ്പെട്ട. ഹലോ, ഹോം മിനിസ്റ്ററാണ്. ഐ ജിക്കൊന്ന് കൊടുത്തേ. വെള്ളിയൂർ കേസിൽ ഒരു ജയദേവനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടോ? ഓഹോ, ശരി ശരി ശരി. വാര് സാറേ, ഈ കാര്യം സാർ മറന്നേക്ക്. ഗുരുതരമായ കേസാ, അറിയാമല്ലോ. വെറും ഒരു കൊലക്കേസല്ല. എനിക്കിതിലൊന്നും ചെയ്യാനാവില്ല. ആ പയ്യൻ
ആരുടെ മകനാണെന്നറിയാമോ? ആ ഇപ്പൊ ഐ ജി പറഞ്ഞു. അപ്പം സഖാവ് രാഘവനെ താൻ മറന്നിട്ടില്ല അല്ലേ? ആ ആരുടെ മകനായാലും കുറ്റം ചെയ്താൽ പിടിക്കപ്പെടും. ജയദേവൻ സഖാവ് രാഘവന്റെ മകനായതുകൊണ്ട് മാത്രമല്ല ഞാൻ ഇക്കാര്യത്തിന് തന്നെ കാണാൻ വന്നത്. ജയദേവനെ എനിക്ക് അടുത്തറിയാം. ഒരു പ്രസ്ഥാനവുമായി അവന് യാതൊരു ബന്ധവുമില്ല. അവൻ നിരപരാധിയാണ്. താൻ ആഭ്യന്തരമന്ത്രി ആയിരിക്കുമ്പം അവനെ കൊല്ലാക്കൊല ചെയ്യരുത്. സ്വാതന്ത്ര്യ സമര സേനാനി എന്നുള്ള നിലയിൽ എനിക്ക് സാറിനോട് ബഹുമാനമുണ്ട്. പക്ഷേ ഒരാൾ നിരപരാധിയാണോ അല്ലയോ എന്ന് തീരുമാനിക്കാനുള്ള അധികാരം സ്വാതന്ത്ര്യ സമര ഭടന്മാർക്ക് ആരും തന്നിട്ടില്ല. രാമകൃഷ്ണ, പോലീസും ജയിലുമൊക്കെ എന്താണെന്ന് ശരിക്കും അറിയാവുന്ന ഒരാളാണ് താൻ. ഇന്നു താൻ ഉന്നത സ്ഥാനത്തിരിക്കുന്നു. ഈ നാടിനു വേണ്ടി ചോര ചിന്തിയവനാണ് രാഘവൻ. ഒരു കാലത്ത് തന്റെ സഹപ്രവർത്തകൻ. അയാളുടെ നിരപരാധിയായ മകനെ രക്ഷിക്കേണ്ടത് തന്റെ കടമയാണ്. അത് മറക്കരുത്. എന്റെ കടമയും കടപ്പാടും ഒക്കെ ഞാൻ നോക്കിക്കൊള്ളാം. സഖാവ് രാഘവന്റെ മകനല്ലേ, തന്തയുടെ തിളപ്പ് മോനും കാണും. അവന്റെ തന്തയ്ക്കും ഇതേ അസുഖമായിരുന്നു, ആദർശം, വിപ്ലവം. അതിന്റെ പേരിലേ അയാളുടെ വാക്കും കേട്ട് നടന്ന് ഞാനും ചിന്തി കുറെ ചോര. ഭാഗ്യത്തിന് ചത്തില്ല. ഈ ചെറുക്കന് നക്സലൈറ്റുമായിട്ട് ബന്ധമുണ്ടെന്ന റിപ്പോർട്ട് ഉണ്ടാവും, അത് ഉറപ്പാ. അവനെയൊക്കെ പോലീസ് വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്തോളും. ഈ കാര്യം പറഞ്ഞ് എന്റെ അടുത്ത് വരാൻ സാറിന് നാണമില്ലേ? രാമകൃഷ്ണ, നിരപരാധിയായ ഒരു ചെറുപ്പക്കാരന്റെ ജീവൻ രക്ഷിക്കാനാ ഞാൻ യാചിക്കുന്നത്. വാര്യർ സാറിനോട് ഇറങ്ങിപ്പോകാൻ പറയാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. ശല്യം വന്ന് കയറിക്കോളൂ ഓരോന്ന് മനുഷ്യനെ മെനക്കെടുത്ത്. ഡോക്ടർ എങ്ങനെയുണ്ട്? വളരെ സീരിയസ് ആണ്. ഒരു പ്രതീക്ഷയില്ല. അറിയിക്കാനുള്ളവരൊക്കെ അറിയിച്ചോളൂ. ആരാ ഗീത? മകളാണ്.
കാണണോന്ന് പറയുന്നു. മോളെ 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 ക്ഷമിക്കണം. ജയദേവനെ രക്ഷിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. അതൊന്നും ഓർക്കണ്ട അച്ഛാ. ഇപ്പൊ ഒന്നും ഓർക്കണ്ട. ഞാൻ 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 ക്ഷമ ചോദിച്ചെന്ന് അവനോട് പറയണം. അച്ഛൻ മിണ്ടാതെ കിടന്നോളൂ. ഒന്നും ആലോചിക്കണ്ട. നിന്നെ നിന്നെ പറക്കരുതെന്ന് ഞാൻ അപേക്ഷിച്ചെന്ന് അവനോട് പറയണം. മോളെ 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 അച്ഛാ അച്ഛാ